ഇതാണ് പ്രധാനമായിട്ട് കൊല്ലം ജില്ലയുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ വിഷയങ്ങളെക്കുറിച്ച് വിശദീകരിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞത്. അതിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കശുവണ്ടി എന്നാണ്. ലോകത്തിൻ്റെ കശുവണ്ടിയുടെ തലസ്ഥാനം കൊല്ലമായിരുന്നു ഒരു കാലഘട്ടം. എന്നാൽ കഴിഞ്ഞ 10-15 വർഷക്കാലമായി പ്രതിസന്ധികളെ നേരിടുകയാണ്. കഴിഞ്ഞ 4-5 വർഷക്കാലമായി അതൊന്ന് അസ്തമിച്ച നിലയിലേക്കാണ്. ആ ഒരു ദുർഘടമായ അവസ്ഥയിലാണ് എനിക്ക് അതിൻ്റെ ഉത്തരവാദിത്വം എന്നിൽ വന്ന് ചേർന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 മാസക്കാലം കൊണ്ട് അതിൻ്റെ പഠനങ്ങൾ നടത്തി 2 സുപ്രധാനമായ തീരുമാനങ്ങൾ നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, കഴിഞ്ഞ ആഴ്ച കൊല്ലത്തിൻ്റെ MP സഖാവ് NK പ്രേമേന്ദ്രനോടൊപ്പം കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമനെ കാണുകയും അവര് കശുവണ്ടി വ്യവസായത്തിന്റെ റിവൈവലിനുള്ള പാക്കേജ് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അവർ തത്വത്തിൽ ഇതിന്റെ ഒരു റിവൈവൽ എന്നുള്ള അത് അംഗീകരിച്ചു. അതിന്റെ പാക്കേജ് ഒരു റിവൈവൽ, ഒരു സിക്ക് ഇൻഡസ്ട്രിയായി കണക്കാക്കി അതിന്റെ റിവൈവലിന്റെ ഒരു പാക്കേജ് പ്രപ്പോസൽ സമർപ്പിക്കാൻ തീരുമാനിച്ചു. അത് CMD, സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ്, CMDയെ ചുമതലപ്പെടുത്തി 10 ദിവസത്തിനകം റിപ്പോർട്ട് തരണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ റിപ്പോർട്ട് കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യവസായികളുമായിട്ടും ട്രേഡ് യൂണിയനുകളുമായിട്ട് ചർച്ച ചെയ്തിട്ട് അതിൻ്റെ ഒരു അന്തിമ രൂപം ഉണ്ടാക്കി അത് കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ കശുവണ്ടി വ്യവസായം നേരിടുന്ന ഏറ്റവും വലിയ വിഷയമെന്ന് പറഞ്ഞത്, നിലവിൽ വ്യവസായികളായിട്ടുള്ളവർ അവരെല്ലാം കടവും കടക്കണിയിലുമായി ജപ്തി നേരിടുന്ന അവസ്ഥയിലാണ്. കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് തന്നെ ചില പാക്കേജും വൺ ടൈം സെറ്റിൽമെന്റ് സ്കീമൊക്കെ പ്രഖ്യാപിച്ചു. പക്ഷേ പല സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ കാരണം അത് ഫലപ്രദമായി വിനിയോഗിക്കാൻ സാധിച്ചിട്ടില്ല. കുറച്ചുപേരൊക്കെ അത് വിനിയോഗിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഒരുപാട് തടസ്സങ്ങൾ, നൂലാമാലകൾ പെട്ട് അത് മുന്നോട്ട് പോയില്ല. ഇന്ന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ ഇന്ന് SLBC കൂടുകയുണ്ടായി. ആ കൂടിയതിന്റെ അടിസ്ഥാനത്തിൽ 2025 അവസാനിച്ച ആ വൺ ടൈം സെറ്റിൽമെന്റ് സ്കീം 1 വർഷവും കൂടെ ഇന്ന് മുതലുള്ള 1 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള GO പുറപ്പെടുവിക്കുന്നതായിരിക്കും. മാത്രവുമല്ല, വ്യവസായികളും ബാങ്കുകളും ഇത് ഫലപ്രദമായി നടപ്പിലാക്കാൻ നേരിട്ട തടസ്സങ്ങൾ എല്ലാം അക്കമിട്ട് നമ്മൾ ചർച്ച ചെയ്തു. അതിനൊരു സബ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, അതിന്റെ ഭാഗത്തിനാണ് തടസ്സങ്ങൾ ഉണ്ടായത്. അതിന്റെ SOP തയ്യാറാക്കുന്നതിന് SLBCയുടെ കൺവീനറും വ്യവസായ വകുപ്പ് സെക്രട്ടറിയും കാഷ്യൂ ബോർഡിന്റെ CMD ആയ ഉണ്ണികൃഷ്ണൻ ചേർന്നുകൊണ്ട് ഈ ദിവസങ്ങളിൽ ചർച്ച നടത്തി. അത് ഇതുവരെ നേരിട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന തീരുമാനങ്ങൾ അവിടെ കൈക്കൊള്ളുന്നതായിരിക്കും. അന്നേരം 2 രീതിയിലാണ്. നിലവിലുള്ള വ്യവസായികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക്, അവർക്ക് ജപ്തി അടക്കമുള്ള വിഷയങ്ങൾക്ക് ഇങ്ങനെ പരിഹാരം കാണാനും, മറുഭാഗത്ത് ഇത് കൊല്ലത്ത് ഇത് തിരിച്ചു കൊണ്ടുവരാൻ എന്തൊക്കെ വേണമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പാക്കേജ് ഗവൺമെന്റായിട്ട് ബഹുമാനപ്പെട്ട MPയുടെ സഹായത്തോടുകൂടി അവിടെ സമർപ്പിക്കുകയും ചെയ്യുന്ന തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളത്. ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും തിരിച്ച് കൊല്ലത്തേക്ക് കശുവണ്ടി വ്യവസായം തിരിച്ചു വരും എന്നുള്ള ഒരു അപ്ബീറ്റ് പ്രതീക്ഷയുടെ മൂഡിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. ഇതാണ് കശുവണ്ടി വ്യവസായവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. രണ്ടാമത്തെ, കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായിരുന്നു ഞാൻ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ആരംഭിച്ച IIIC, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ. പക്ഷേ നിർഭാഗ്യവശാൽ അത് ചത്തുജീവിക്കുന്നത് പോലായിരുന്നു ഈ കാലയളവിൽ പോയത്. അപ്പോൾ ഈ ദിവസങ്ങളിലെ സമീപനം, അതിന്റെ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിയതിന്റെ ഭാഗമായി ഇപ്പൊ 22-ാം തീയതി ഒരു ജർമ്മൻ ഡെലിഗേഷൻ എത്തുകയാണ്. 23-ാം തീയതി ഇവിടെ എത്തും. ജർമ്മൻ റെയിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് അവർക്ക്
4000 പേരെങ്കിലും ഇപ്പോൾ അടിയന്തരമായി ആവശ്യമുണ്ട്. പക്ഷേ അതിന് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് കൊടുക്കാനൊക്കത്തില്ല. ജർമ്മൻ ഭാഷയടക്കം പഠിപ്പിക്കേണ്ട കാര്യമുണ്ട്. അത് നമ്മളെ സ്ഥല സൗകര്യങ്ങൾ നോക്കാൻ വേണ്ടി അവർ 23-ന് എത്തുന്നു. 22-ന് ഗവൺമെൻറ് എന്നെ തിരുവനന്തപുരത്ത് സന്ദർശിക്കുന്നു. അവരുമായിട്ട് ധാരണാപത്രത്തിലേക്ക് നീങ്ങാം എന്ന് വിശ്വസിക്കുന്നു. സിംഗപ്പൂരിൽ നിന്നുള്ള ഒരു കമ്പനി അവർ ഇതുപോലെ 4000 ടെക്നീഷ്യൻസിൻ്റെ ആവശ്യകത പറഞ്ഞുകൊണ്ട് സമീപിച്ചിട്ടുണ്ട്. അതും IIIC വഴി കൊടുക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതുകൂടാതെ മസ്കറ്റ് ഒമാൻ ആസ്ഥാനമാക്കിയ 2 കമ്പനികൾ, അത് നമുക്ക് എങ്ങനെ കൊടുക്കാൻ നോക്കുന്നറിയില്ല. രണ്ടിൻ്റെയും കൂടെ റിക്വയർമെന്റ് വന്നേക്കുന്ന ഓരോന്നിനും 25,000-30,000 പേരെ വേണമെന്നുള്ളതാണ്. ട്രെയിൻ ചെയ്ത് അവരുടെ ആവശ്യത്തിന് കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് നേരെ വിന്യസിക്കാവുന്ന നിലയിലേക്ക് ഉള്ള കസ്റ്റമൈസ്ഡ് ട്രെയിനിങ്, അവരുടെ ആവശ്യം അനുസരിച്ചുള്ള ട്രെയിനിങ് നമ്മൾ ഈ സെൻറ്ററിൽ കൊടുക്കും. അങ്ങനെ അവർക്ക് കൊടുക്കാൻ വേണ്ടി 2 കമ്പനികൾ സമീപിച്ചിട്ടുണ്ട്. രണ്ടും കൂടെ 50,000-ഓളം പേരെ ആവശ്യമുണ്ട് വരും വർഷങ്ങളിൽ എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പോയപ്പോൾ NSDC-യുമായി ചർച്ച നടത്തി. അന്നേരം അതിൻ്റെ ഒരു സ്കില്ലിങ്ങിൻ്റെ ഡെസ്റ്റിനേഷനാക്കി, നമുക്ക് മാത്രമേ ഇവിടുന്ന് ഇത്രയും കൊടുക്കാൻ ഒക്കാത്തത് കൊണ്ടും ഈ ഒരു സ്ഥാപനത്തിൽ ഇത്രയധികം പേരെ ട്രെയിൻ ചെയ്യാൻ ഒക്കാത്തത് കൊണ്ടും ITI അടക്കമുള്ള ഫെസിലിറ്റീസ് വിനിയോഗിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ പേർക്ക് ഇങ്ങനെ തൊഴിൽ കൊടുക്കുന്ന ഇതിലേക്ക് കൊണ്ടുപോകാൻ NSDC അതുമായിട്ട് പാർട്ട്ണർ ചെയ്യാൻ സഹകരിക്കാമെന്ന് വാക്കാൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതാണ് 2ാമത്തെ കൊല്ലത്തിൻ്റെ വിഷയം. 3ാമത്തെ കൊല്ലത്തിൻ്റെ വിഷയം, കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് ഒരു ഓഷ്യാനോഗ്രാം അക്വേറിയത്തിൻ്റെ പ്രഖ്യാപനം നടന്നു. അതിൻ്റെ നെഗോഷിയേറ്റഡ് സെറ്റിൽമെന്റ് പ്രകാരം 3.5 ഏക്കർ സ്ഥലം വാക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ അത് നിന്നുപോയി, ഒന്നും കാര്യമായി മുന്നോട്ട് പോയില്ല. 10 ഏക്കർ സ്ഥലത്താണ് അത് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. തിരുമുല്ലവാരം ചവറമണ്ഡലത്തിലാണ് പ്രധാനമായി വരുന്നത്. അതെന്ത് പുനർജീവിപ്പിക്കാൻ എന്ന് തീരുമാനിച്ചു. ഇന്ന് മുഖ്യമന്ത്രി ഇതുപോലെ തന്നെ മുടങ്ങി കിടന്ന വൈപ്പിൻ ആ ഭാഗത്തേക്ക് മുടങ്ങിക്കിടന്ന ഓഷ്യാനോ അക്വേറിയത്തിന്റെ അതിന്റെ മീറ്റിംഗ് മുഖ്യമന്ത്രി നടത്തി. ആ കൂട്ടത്തിൽ കൊല്ലത്തിന്റെ ഇതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അത് വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ ടൂറിസം സാധ്യത, ഒരു ഭയങ്കര ഒരു അട്രാക്റ്റീവായി ലേറ്റസ്റ്റ് സംവിധാനമാക്കി അതിനെ മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് മുടങ്ങിക്കിടന്ന ഘട്ടത്തിൽ നിന്ന് കളക്ടർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ബാക്കി സ്ഥലവും കൂടെ അടിയന്തരമായി ഏറ്റെടുക്കാൻ നെഗോഷിയേറ്റഡ് സെറ്റിൽമെന്റ് പ്രകാരം ഏറ്റെടുക്കാൻ ഉള്ള തീരുമാനം നൽകിയിട്ടുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 3 ഏക്കറോ 4 ഏക്കറോ സ്ഥലം കൂടെ കിട്ടിയാൽ തന്നെ ഇപ്പം നമുക്ക് തുടങ്ങാം. ഇത് വലിയ വിപുലമായിട്ടുള്ള പ്ലാൻ ചെയ്തേക്കുന്നത് നമുക്ക്. പക്ഷേ ഇതിനാവശ്യമുള്ളത് ഒരു 6.5 ഏക്കർ ഉണ്ടെങ്കിൽ തന്നെ തുടങ്ങാൻ സാധിക്കും.